ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞങ്ങൾ ഒരു യാത്ര പോയിക്കൊണ്ടിരിക്കുവാണ്. ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു യാത്രയാണെന്ന് വേണമെങ്കിൽ പറയാം. ഒട്ടും പ്ലാൻ ചെയ്തിട്ടില്ല, പെട്ടെന്നുണ്ടായ ഒരു യാത്രയാണ്. ഞങ്ങൾ കൊല്ലത്തേക്ക് പോവുകയാണ്. കൊല്ലത്തേക്ക് ജിനുവിൻ്റെ ഒരു പേഴ്സണൽ ആവശ്യത്തിന് പോവുകയാണ്. അപ്പോൾ എന്നാൽ പിന്നെ ഞങ്ങളും കൂടെ വരാമെന്ന് പറഞ്ഞിട്ട് ഞാനും ഇസാക്കും കൂടെ ഉണ്ട് കേട്ടോ. ഇസാക്കും ഉണ്ട് ഇവിടെ. ഇസാക്ക് ഹായ് പറ. ഹായ്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഒരു യാത്ര പോയിക്കൊണ്ടിരിക്കുവാണ്. അപ്പോൾ അതപ്പോൾ ഞാൻ അവിടെ തന്നാൽ പിന്നെ ഒരു വ്ളോഗ് കൂടെ എടുത്തേക്കാം എന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു വ്ളോഗ് കൂടെ എടുക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ കൊല്ലത്തേക്ക് യാത്ര തിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ജിൻ ചേട്ടൻ ഹായ് പറയും. ഹായ് പറയാൻ പറ്റുമോ? ഹായ് പറയാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വിശേഷം ഞങ്ങളുടെ കൊല്ലം ട്രിപ്പാണ്. ട്രിപ്പൊന്നുമില്ല കേട്ടോ, ഞങ്ങൾ ജസ്റ്റ് ഒരു അൺഎക്സ്പെക്റ്റഡ് ആയതുകൊണ്ട് പോകുന്നു. അങ്ങനെ പ്ലാനിങ് ഒന്നും അല്ലാത്തതുകൊണ്ട് ഒരു ട്രിപ്പൊന്നൊന്നും പറയുന്നില്ല. ഒരു കാര്യത്തിന് വേണ്ടി പോകുന്നു, കൊല്ലത്തൊരു യാത്ര, അത്രേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ കുറേ ദൂരം അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ആകപ്പാട് ടയർഡെന്ന് വെച്ചാൽ ഇരുന്ന് കുഴഞ്ഞു. അങ്ങനെ പിന്നെ കുറച്ച് നേരം പുറത്തിറങ്ങി നിൽക്കാമെന്ന് വിചാരിച്ച് ഇറങ്ങി. അപ്പോൾ നല്ലൊരു സൗകര്യമുള്ളൊരു സ്ഥലം നോക്കിയിട്ടാണ് ഇറങ്ങിയത്. ഒരു ഈ കണ്ടം പോലത്തെ ഒരു സ്ഥലമാണ്. പിന്നെ ഈ ചാക്ക അവിടെയൊക്കെ ഓടിക്കളിച്ച് അപ്പം തന്നെ പൊടി അഴുക്കുമൊക്കെ ആയി. യെസ്, അങ്ങനെ ഒരു 9 മണിയായി. വിശന്നിട്ട് കണ്ണ് കാണാൻ മേല. 9 മണി ആയിട്ടില്ല കേട്ടോ, 8:45 അപ്പോൾ നമുക്ക് ഹോട്ടൽ കണ്ട്. അപ്പോൾ നമ്മൾ ഹോട്ടലിലേക്ക് ഇറങ്ങുവാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട്. ജിനു പൂരിയും കറിയുമാണ് വാങ്ങിച്ചത്, ഞാൻ മസാല ദോശയും വാങ്ങിച്ചത്. അങ്ങനെ ഞങ്ങളൊരു പമ്പിൽ വന്നിരിക്കുകയാണ് കേട്ടോ, ബാത്റൂമിൽ പോകാൻ വേണ്ടിയിട്ട്. ബാത്റൂമിലൊക്കെ പോയി, ഇത് പമ്പാണ് ആക്ച്വലി, ഞാൻ ഇങ്ങനെ കാണിച്ചത്. നല്ല ശാന്തസുന്ദരമായ പമ്പ്. അപ്പോൾ ഇവിടെ പമ്പിൻ്റെ അടുത്ത് തന്നെ ഒരു മരമുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഒരു കായൊക്കെ ആ ചേട്ടൻ എനിക്ക് പറിച്ചു തന്നു. എന്തുവാന്ന് എനിക്കറിയത്തില്ല. അവർ പറഞ്ഞു കഴിക്കുന്നതാന്ന് പറഞ്ഞു. കണ്ടോ, കുറേ ഉണ്ടായിരുന്നു. ഞാൻ കുറച്ച് കാറിൽ വെച്ചേക്കുക. നല്ല ടേസ്റ്റാന്ന് പറഞ്ഞു. എനിക്കറിയത്തില്ല, കഴിച്ച് നോക്കിയില്ല. അപ്പോൾ ജീനു ബാത്റൂമിൽ, ഞങ്ങൾ ബാത്റൂമിൽ പോയിച്ചൊക്കെ വന്നതാണ്. അപ്പോൾ ജീനു ബാത്റൂമിലോട്ട് പോയിട്ടുണ്ട്. ഇസാക്കേ, വിശക്കുന്നുണ്ടോ? എന്ത് വേണം കഴിക്കാൻ? ചോദിച്ചോവാ, വാങ്ങിച്ചു തരാവേ. ഇപ്പോൾ 12 മണിയായി. അപ്പോൾ അവന് വിശക്കുന്നുണ്ട്. ഇനി നേരെ ഫുഡ് കഴിക്കാൻ പോകണം. അപ്പോൾ ജീനുവിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ടാണ് വന്നത്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ജീനുവിൻ്റെ ഡ്യൂട്ടി സംബന്ധമായ കാര്യമാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഓക്കെ. അപ്പോൾ നമ്മൾ ഒരു കുറ്റിപ്പുറോ തഴവ ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന്, അപ്പോൾ ഇസാക്കിന് നമ്മൾ ബിരിയാണി വാങ്ങിക്കാൻ ചെയ്ത് പോയിട്ടുണ്ട്. ഇസാക്കിന് മാത്രമേ ഫുഡ് കൊടുക്കുന്നുള്ളൂ, നമ്മൾ കഴിക്കുന്നില്ല. നമുക്ക് നോമ്പാണ്, അല്ല ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഞങ്ങൾ ഉച്ചക്ക് ഉപവാസമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഉച്ചക്ക് കഴിക്കുന്നില്ല. അപ്പോൾ ഇസാക്കിന് നമുക്ക് വണ്ടിയിൽ വെച്ച് തന്നെ കൊടുക്കാമെന്ന് വിചാരിച്ചു. അവന് ബിരിയാണിയൊക്കെ ആയിരിക്കും. പുറത്തോട്ടൊക്കെ പോകുമ്പോൾ ഞങ്ങൾ മിക്കവാറും അവന് ബിരിയാണിയെ വാങ്ങിച്ചു കൊടുക്കാറുള്ളൂ. കാര്യം ചോറൊക്കെ ആണെങ്കിൽ നമുക്ക് മെനക്കേടാം. വീട്ടിലൊക്കെ പോലെ ഇരുത്തി കഴിക്കാനും എടുക്കാനും ഒന്നും അവൻ ഇവിടെ നമുക്ക് പറ്റത്തില്ലല്ലോ. ബിരിയാണി ആകുമ്പോൾ പിന്നെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ആ റൈസൊക്കെ ആവാൻ കഴിച്ചോളൂ. അപ്പോൾ ഓർത്ത് ബിരിയാണി. ഇസാക്കിന് ചിക്കൻ ബിരിയാണി വാങ്ങിക്കാൻ പോയപ്പോ എന്ത് വേണം? ഇവിടെ നോക്കി പറ, ഇവിടെ നോക്കി പറഞ്ഞേ. കുഞ്ഞിന് എന്ത് വേണം? ബിരിയാണി വാങ്ങിക്കാൻ പപ്പ പോയി. ഇസാക്ക് ബിരിയാണി തിന്നാൻ പോണല്ലേ. ടാറ്റാ.
അങ്ങനെ കാത്തിരുന്ന സാധനം കൈ കിട്ടിയിരിക്കുകയാണ്. മോരും വെള്ളം എൻ്റെ രക്ഷയില്ല, നല്ല ടേസ്റ്റായിരുന്നു. നല്ല പൊരിഞ്ഞിരിക്കുന്ന സമയത്താണ് ആ മോരും വെള്ളം കിട്ടിയത്. നല്ല സുഖമായിരുന്നു. തണുപ്പ് ചെറുതായിട്ടേ ഉള്ളൂ, പക്ഷേ ഈ സമയത്ത് കുടിക്കുമ്പോൾ എന്തൊരാശ്വാസം. ചക്കര വേണോ? അങ്ങനെയൊന്നും കുടിക്കത്തില്ല. എന്തുവാണ് ട്രെയിനാ? തിരിച്ചു വരുന്ന വഴിക്കാണ് കേട്ടോ ഈ പാർക്ക് കണ്ടത്. അപ്പം ഞങ്ങൾ ഓർത്ത് ഈ പാർക്കിലിരുന്ന് ഇവന് ഫുഡ് കൊടുക്കാമെന്ന് ഓർത്തു. കാറിനകത്തിരുന്ന് ഈ കഴിച്ചില്ലെങ്കിലോ എന്നൊക്കെ ഓർത്തിട്ടാണ് പിന്നെ പാർക്കിൽ ഇറങ്ങിയത്. ആപ്പാട് കാടും പുല്ലൊക്കെ പിടിച്ച് കിടക്കുവാണ്. കുഴപ്പമില്ലായിരുന്നു. എന്തായാലും കുറേ പട്ടികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പട്ടികളെയൊക്കെ കാണിച്ച് കുറേ കഥകളൊക്കെ പറഞ്ഞ് അവന് ചോറ് തീറ്റിച്ച്, ചോറല്ല ബിരിയാണി കഴിപ്പിച്ചു അവനെ കൊണ്ട്. അങ്ങനെ നമ്മുടെ ആലപ്പുഴ എത്തി കേട്ടോ. ആലപ്പുഴ എത്തിയപ്പോഴത്തേക്കും ഞങ്ങൾക്ക് വീണ്ടും ദാഹിച്ചപ്പോഴത്തേക്ക് ഈവനിങ് ആയി. ഇതിൻ്റെ ഇടയ്ക്ക് 2 മിനറൽ ബോട്ടിലൊക്കെ വെള്ളം കുടിച്ചു. എന്നിട്ടും ദാഹം തീരുന്നില്ല. അങ്ങനെയാണ് ഈ കരിക്കും വെള്ളം കണ്ടപ്പോഴത്തേക്കും അവിടെ ജസ്റ്റ് ഇറങ്ങി ഞങ്ങൾ കരിക്കും വെള്ളമൊക്കെ കുടിച്ചു. കരിക്ക് വെള്ളം കുടിച്ചു കഴിഞ്ഞപ്പോൾ ഒരു കരിക്കൊക്കെ പൊട്ടിച്ചു തന്നു. അങ്ങനെ കരിക്കുമൊക്കെ കഴിച്ചു. കൊള്ളായിരുന്നു. പിന്നെ ഞങ്ങൾ കൃപാസനത്തിലേക്ക് നേരെ വിട്ടു. കൃപാസനത്തിൽ ഞങ്ങൾ ജനുവരിയിലാണ് ലാസ്റ്റായിട്ട് പോയത്. അപ്പം ഞാൻ അവിടുന്ന് ഉടമ്പടിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എനിക്ക് 3 മാസം ആവുന്നു. 10-ാം തീയതി വരുമ്പോൾ എനിക്ക് കറക്റ്റ് 3 മാസം ആകും. അപ്പോൾ എനിക്ക് ഉടമ്പടി പുതുക്കേണ്ടതാണ്. ഇപ്പോൾ ഞങ്ങൾ വരുന്ന വഴിക്ക് ജസ്റ്റ് കയറിയെന്നേ ഉള്ളൂ. പ്ലാനിങ് ഒന്നും ചെയ്തില്ല. വരുന്ന വഴിക്ക് കയറാമെന്ന് വിചാരിച്ചു അങ്ങനെ കയറിയെന്നേ ഉള്ളൂ. കയറി അവിടെ പോയി ഞങ്ങൾ തിരിയൊക്കെ കത്തിച്ചു. പിന്നെ അകത്ത് പോയി പ്രാർത്ഥിച്ചു. ഇപ്പം നല്ല തിരക്കുള്ള സമയമൊന്നും അല്ല കേട്ടോ. തിരക്കൊക്കെ കഴിഞ്ഞു വരുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഈവനിങ് ആയല്ലോ, അപ്പോഴത്തേക്കും തിരക്കൊക്കെ മൊത്തത്തിൽ അങ്ങ് തീർന്നായിരുന്നു. നമുക്ക് സൗകര്യമായിട്ടിരുന്ന് പ്രാർത്ഥിക്കാമായിരുന്നു. ജോസഫ് അച്ഛൻ അവിടെ ഇരിപ്പുണ്ട്. ആർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് അവിടെ ഇരുന്ന്. പിന്നെ കുറച്ച് നേരം പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾ പിന്നെ തിരിച്ച് വീട്ടിലേക്ക് മടങ്ങുവാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ. പ്രത്യേകിച്ചൊന്നുമില്ല, ഒരു യാത്ര പോയി അത്ര തന്നെ. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അത്രയേ ഉള്ളൂ.